ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 3 ഫ്രണ്ട്സിനെ ഭയപ്പെടുത്തിയ ഒരു കഥയെക്കുറിച്ചാണ്. അതെ, ഡിസ്ട്രോട്ടഡ് അലക്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, ഈ 3 ഫ്രണ്ട്സിൻ്റെ പേര് ഡോബ്ലർ, സോളാർ, ജോണസ്. ഇവർ 3 പേരും കൂടി ഒരു പ്രൈവറ്റ് സെർവർ തുടങ്ങുകയാണ്. സാധാരണ IP അഡ്രസ്സും വൈറ്റ് ലിസ്റ്റും അടിച്ചു കൊടുത്താൽ മാത്രമേ ആ സെർവറിൽ കയറാൻ പറ്റുമുള്ളൂ. ബട്ട് പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ആ സെർവറിൽ മോബ്സും സ്പോൺ ആവുന്നില്ല, വലുതായിട്ട് മോബ്സൊന്നും സ്പോൺ ആവുന്നില്ല. ഫുള്ള് വിയേർഡ്നെസ്സും ഫുള്ള് ലാഗും ഗ്ലിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ, ക്രാഷ് ആവലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പ്രൈവറ്റ് സെർവറിൽ നടന്നിരുന്നു. അങ്ങനെ ഇവരൊന്നും കാര്യമാക്കാതെ വലുതായിട്ട് മുമ്പോട്ട് തുടർന്നു. കാരണം ഇവർ ഈ പ്രൈവറ്റ് സെർവർ കൊടുക്കാനും പറ്റില്ല, കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഈ പ്രൈവറ്റ് സെർവറാണ്. ഇവർ അത്യാവശ്യം പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ച ഒരു സെർവറായതുകൊണ്ട് ഇവർക്ക് കൊടുക്കാനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മുമ്പോട്ട് തുടർന്നു. ഈ ഡോബ്ലറിന് ഒരു സ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 ഫ്രണ്ട്സ്, അതിൽ ഒരുത്തൻ ഡോബ്ലർ എന്നാണ്, അവന് ഒരു സ്വഭാവമുണ്ട്, സ്വന്തമായിട്ട് ഇപ്പോൾ കൊടുത്തരും. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു രാത്രി ഇവർ ഒരു ക്യാമ്പൊക്കെ അടിച്ച് സെറ്റാക്കി താമസിച്ചുകൊണ്ടിരുന്നു. ഒരു മരമൊക്കെ കൊത്തി ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി സ്റ്റോൺ വെച്ചുണ്ടാക്കിയതും ട്രീ വെച്ചുണ്ടാക്കിയ ടൂൾസൊക്കെ വെച്ച് മുന്നോട്ട് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഡോബ്ലറിന് ഒരു സ്വഭാവമുണ്ട്. ഒരു ക്യാമ്പൊക്കെ അടിച്ച് ഒരു ഡോബ്ലറിൻ്റെ സ്വഭാവമുണ്ട്. അവൻ സ്വന്തമായിട്ട് പകർത്തും. ഞാനാണ് നിങ്ങളെ കാട്ടി ഞാനാണ് ബെസ്റ്റ്, ഞാനാണ് വില്ലേജൊക്കെ കണ്ടുപിടിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ പ്രശ്നത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ പറഞ്ഞു, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് മുമ്പോട്ട് എക്സ്പ്ലോർ ചെയ്യണം, വില്ലേജ് കണ്ടുപിടിക്കണം എന്ന് ജോണസും സോളാറും പറഞ്ഞു. ഓക്കെ, അങ്ങനെ മുമ്പോട്ട് തുടർന്നു. അങ്ങനെ അവർ മുമ്പോട്ട് അധികം ഇതൊന്നും കാണുന്നില്ല, അങ്ങനെ സോംബികളൊന്നും കാണില്ല. ഇവിടെ എന്താ സോംബികളൊന്നും കാണാനില്ലാത്തതെന്ന്, ഈ സെർവറിൽ എന്താ സോംബികളൊന്നും കാണാത്തില്ലെന്ന്, സ്പോണാവൂലെന്ന് ഈ ജോണസ് പറഞ്ഞു. പെട്ടെന്ന് കുറച്ച് സോംബികൾ സ്പോണായി. ഇവരതേ തല്ലിക്കൊന്നു. അങ്ങനെ ഇവർ കുറച്ച് ആശ്വാസമായി. അങ്ങനെ ഇവർ മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഡോബ്ലർ സോളാറും തിരിഞ്ഞ സമയത്ത് പെട്ടെന്ന് ജോണസ് പെട്ടെന്നൊരു കാര്യം കണ്ടു. അതെ, ഡിസ്ട്രോട്ടഡ് അലക്സ് മിന്നായം പോലെ വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ജോണസ് ഇത് കണ്ട് പേടിച്ചമ്പരുന്നു. ഡോബ്ലർ സോളാറിൻ്റെ പറഞ്ഞു, പെട്ടെന്ന് വാ, ഞാനൊരു രൂപ കണ്ടു, ഇവിടെ ഒരു രൂപം കണ്ടു, അടുത്തായിട്ടൊരു രൂപം കണ്ടു, പെട്ടെന്ന് വാ. അങ്ങനെ ഡോബ്ലർ സോളാറും പറഞ്ഞു, അത് നിനക്ക് വല്ല തോന്നിയതായിരിക്കും, അത് ഗ്ലിച്ച് വലുതായിരിക്കും. അങ്ങനെ അവനെ സമാധാനിപ്പിച്ചിട്ട് ജോണസും ഡോബ്ലർ സോളാറും മുമ്പോട്ട് നടന്നു. അങ്ങനെ സോളാർ പറഞ്ഞു, വില്ലേജൊന്നും കാണാനില്ലല്ലോ, വില്ലേജ് കണ്ടുപിടിക്കണ്ടേ, അങ്ങനെ പറഞ്ഞു. ഡോബ്ലർ പറഞ്ഞു, നിങ്ങളെ കാട്ടിയും കൂടുതൽ. അങ്ങനെ ഡോബ്ലർ പറഞ്ഞു, നിങ്ങളെ കാട്ടിയും. അങ്ങനെ അവൻ സ്വഭാവം എടുത്തു അവൻ്റെ. അവൻ പറഞ്ഞു, ഞാനായിരിക്കും ഫസ്റ്റ് വില്ലേജ് കണ്ടുപിടിക്കുന്നത്, നിങ്ങളായിരിക്കും തോക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. പെട്ടെന്നാണ് ജോണസ് ഒരു വില്ലേജ് കണ്ടത്. പക്ഷേ ആ വില്ലേജ് ഇവർ കണ്ട് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി. കാരണം ഈ അപ്ഡേറ്റിനെ കാട്ടിയും ഈ മൈൻക്രാഫ്റ്റിലെ അപ്ഡേറ്റിനെ കാട്ടിയും മുമ്പ് വന്ന ഒരു വില്ലേജായിരുന്നു, പഴയ വില്ലേജായിരുന്നു. പഴയ അപ്ഡേറ്റൊക്കെ പറഞ്ഞതിന് മുമ്പേ ഉള്ള വില്ലേജായിരുന്നു ഇവർ കണ്ടത്. ഇവർ കണ്ടൊരു അമ്പരന്നു, ഇതെന്താ ഇങ്ങനെ. ചിലപ്പം അവൻ പറഞ്ഞു കോഡിങ് വരെ തെറ്റിയായിരിക്കും. ഡോബ്ലർ പറഞ്ഞു, സോളാർ പറഞ്ഞു, ചിലപ്പം മൈൻക്രാഫ്റ്റ് അല്ലേ, ചിലപ്പം കോഡിങ്ങിൽ തെറ്റായിരിക്കും, അങ്ങനെ വല്ലതും പറഞ്ഞു. അങ്ങനെ അതൊന്നും കാര്യമാക്കാതെ ഇവർ മുമ്പോട്ട് ഇറങ്ങുന്നു. എന്നാലും ഇവർക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് അടിച്ചു, എങ്ങനെയാണ് വില്ലേജ്, പഴയ അപ്ഡേറ്റിൽ വില്ലേജ് ഇങ്ങോട്ട് വന്നു. ഇവരതൊന്നും വലിയ കാര്യമാക്കാണ്ട് ഇവർ മുമ്പോട്ട് ഇറങ്ങുന്നു. ആ വില്ലേജിൽ കയറി റൈഡ് ചെയ്തു. പെട്ടെന്ന് ഡോബ്ലർ സോളാറും പറഞ്ഞു. അങ്ങനെ വില്ലേജിൽ കയറി റൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം സോളാർ വീട്ടിൽ കയറി വാതിൽ തുറന്നപ്പം അവിടെ അമ്പരന്നു. ഓ മൈ ഗോഷ് എന്നൊക്കെ പറഞ്ഞ് അമ്പരന്ന് അവിടെ തന്നെ നിൽക്കുന്നു. ഡോബ്ലർ സോളാർ എന്താടാന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടിയില്ല. അവൻ സ്തംഭിച്ച് പോയി. അവിടെ സ്റ്റാച്ചു കണക്ക് അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുന്നു. ഡോബ്ലർ സോളാറും കൂടെ അവൻ്റെ അടുത്ത് പോയി ആ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് തല വെട്ടി, ഒരു പ്ലെയറിൻ്റെ തലയൊക്കെ വെട്ടി, അതിന് ചുറ്റും റെഡ് സ്റ്റോൺ ടോർച്ചും റെഡ് സ്റ്റോൺ ഡസ്റ്റും. ഇത് കണ്ട് ഇവർ 3 പേര് പേടിച്ച്
പെട്ടെന്ന് അമ്പരുന്ന്. കാരണം ഇവർ ഈ വേൾഡിൻ്റെ അകത്ത് ഈ റിസോഴ്സസ് പാക്കും ആഡ് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു പാക്കും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കണ്ട് ഇവർ അമ്പരുന്നു. അങ്ങനെ ഇവിടെ വില്ലയൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞു ഇതെന്ത് തേങ്ങയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ ഇവരും അത് വലിയ മൈൻഡൊന്നും ആക്കാതെ ഇവർ അവിടുത്തെ ഈ ക്യാരറ്റൊക്കെ ഇതൊക്കെ കളച്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇവർ ചെറിയൊരു അവിടെ ഒരു കോട്ടയൊക്കെ പണിതു. അഡ്ജസ്റ്റ്മെൻ്റായിട്ട് കോട്ടയൊക്കെ പണിതു. ഇവരുടെ കയ്യിൽ ബെഡൊന്നും ഇല്ലായിരുന്നു. കാരണം ബെഡ് ഉണ്ടാകാൻ വേണ്ടി ഷീപ്പ് വേണ്ടേ. അവിടെ ഒരു ഷീപ്പിനെ കാണാനില്ല, ഒരു മൃഗത്തിനെ കാണാനില്ല, ഒരു മൃഗങ്ങളെ ഇവർ കണ്ടിരുന്നില്ല. ഒരു തരത്തിലുള്ളൊരു മൃഗങ്ങളെ ഇവർ അവിടെ സ്പോണായതുമില്ല. അതുകൊണ്ട് ഇവർ അവിടുത്തെ മറ്റേ ക്യാരറ്റും ബീട്രൂട്ടും വീറ്റൊക്കെ വെച്ചുണ്ടാക്കി ബ്രെഡൊക്കെ വെച്ചാണ് ഇവർ മുമ്പോട്ട് തുടർന്നത്. അങ്ങനെ ഡോബ്ലർ പറഞ്ഞ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാര്യമില്ല, നമുക്ക് പോയി മൈൻ ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് സോംബികൾ നമ്മളൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഡോബ്ലർ സോളാറും പറഞ്ഞ് അങ്ങനെ ജോണസ് പറഞ്ഞു, എടാ ഈ കോട്ടയ്ക്ക് കാവലിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പോയി മൈൻ ചെയ്തോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജോണസ് ആ കോട്ടയ്ക്ക് കാവൽ നിന്നു. ഡോബ്ലർ സോളാറും കൂടി മൈൻ ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് ജോണസ് പേടിച്ചലണ്ട്, ഇവിടെ ഒരു ഡിസ്റ്റോർട്ടഡായ അലക്സിനെ കണ്ടു. അങ്ങനെയൊക്കെ മെസ്സേജ് ഇങ്ങനെ സ്പാം ചെയ്തു. അങ്ങനെ ഡോബ്ലർ സോളറും പെട്ടെന്ന് ഞെട്ടി. ജോണസിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു, എന്താ കണ്ടേ അങ്ങനെ ചോദിച്ചു. ജോണസ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അലക്സിനെ കണ്ടു, ഫുള്ള് മുഖമൊക്കെ വിളറിയിട്ട് ഫുള്ള് രക്തവും ചോരയൊക്കെ ആയിട്ടുള്ള ഒരു അലക്സിനെ ഞാൻ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവർ ഞെട്ടി, എങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജോണസ് അടുത്ത് വന്നു. അങ്ങനെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇതെന്താ ഈ ഡോബ്ലറിന് സോളാർ പറഞ്ഞു, ഈ സെർവറിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആരെങ്കിലുമൊക്കെ എന്തിനു ശരിയാക്കാൻ പറ്റുമോ, നിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയത് തന്നെ ഈ സെർവറിനെ പറ്റി. പക്ഷേ അവൻ പറഞ്ഞത് നിങ്ങൾ സെർവറിൻ്റെ സോഴ്സ് കോഡ് വല്ലതും മാറ്റി അടിച്ചിട്ടുണ്ടാവും, അങ്ങനെ വല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. കോഡോ വല്ല മാറ്റി അടിച്ചതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അവനിക്ക് വേറെ പ്രൊജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ഇതിനെക്കുറിച്ച് നോക്കാൻ സമയമില്ല, അതിന് വേറെ പ്രൊജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. അങ്ങനെ ഇവർ എല്ലാവരും കൂടി ഇതിനു മുമ്പാണ് ഇങ്ങനെ പറഞ്ഞത്, ഈ ഫ്രണ്ട് ഇതിന് മുമ്പാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ അലക്സ് കണ്ട ഭാഗത്ത് കോട്ടേൻ്റെ മണ്ടയിൽ നോക്കി. പെട്ടെന്ന് അവിടെ ഫുള്ള് അവരുണ്ടാക്കിയ കോട്ട ഫുള്ള് നിന്ന് കത്തി അതിൻ്റെ മേളിൽ അവരെല്ലാവരും സ്തംഭിച്ച് നിന്ന് പെട്ടെന്ന് അതിൻ്റെ മണ്ടയിൽ ഡിസ്ട്രോട്ടഡ് അലക്സിനെ കണ്ടു. പെട്ടെന്ന് പേടിച്ച് അയ്യോ എന്നൊക്കെ വിളറി കൂക്കിയിട്ട് ഫുള്ള് പേടിച്ച്. അങ്ങനെ പെട്ടെന്ന് ഇവർ മൂന്നുപേര് സിസ്റ്റം ക്രാഷായി ഗ്ലിച്ചായി. അങ്ങനെ ഇവർ മൂന്നുപേര് സിസ്റ്റം അടിച്ചങ്ങ് പോവുകയാണ്. ഇതിന് ഡോബ്ലർ എന്നാണ് അവന് ടെക്നോഫോബിയ എന്ന് പറഞ്ഞ ഒരു അസുഖം പിടിപെട്ടു. അതിനുശേഷം അവനിക്ക് ഇലക്ട്രോണിക്സിനെയും ഒക്കെ പേടി വരുന്ന ഒരു അസുഖം പിടിപെട്ടു. പിന്നെ ഇലക്ട്രോണിക്സ് ഫാനിനെയും ലാപ്ടോപ്പ് ഫോൺ അതിനെയൊക്കെ പേടി വരുന്ന ഒരു അസുഖം പിടിപെട്ടു. ഇപ്പം ആ 3 ഫ്രണ്ട്സായിട്ട് ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഇല്ല ഗൈസ്. ഇതാണ് ഡിസ്റ്റോർട്ടഡ് അലക്സിൻ്റെ കഥ. പലരും ഇത് ഫേക്കാണോ റിയലാണോ എന്നൊക്കെ എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഫേക്കാണോ റിയലാണോ എന്ന് എനിക്കറിയത്തില്ല, എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഫേക്കാണോ റിയലാണോ ഒന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം ചിലർ പറയുന്നത് ഇത് അസുഖം ബാധിച്ച ഒരു പ്ലെയറിൻ്റെ ഒരു കഥയാണ്, എൻറ്റിറ്റിയാണ്. അല്ലാതെ ഒരുത്തന് അവന് ഈ ഡിസ്റ്റോർട്ടഡ് അലക്സിനാണെങ്കിൽ എല്ലാവരും പണ്ട് സെർവറിൽ നിന്ന് എടുത്ത് അവോയ്ഡ് ചെയ്ത് കളയുമായിരുന്നു. അതുകൊണ്ട് പ്രതികാരം മൂത്താണ് ഇപ്പം ഡിസ്റ്റോർട്ടഡ് അലക്സ് വേൾഡിലൊക്കെ കയറി ഇറങ്ങി പ്രതികാരം ചെയ്യണത് അങ്ങനെയൊക്കെ പറയണത്. സത്യം എന്താണെന്ന് ആർക്കറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.
ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് എനിക്ക് കുറച്ച് വിക്കലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് വിക്കലുണ്ട്, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ സംസാരിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കാം ഗൈസ്. ഇനി ഈ വീഡിയോയിൽ ക്രീപ്പി പാസ്ത ആയിരിക്കും പറഞ്ഞത്, ഈ ചാനലിൽ ക്രീപ്പി പാസ്ത വീഡിയോസ് ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്, പ്ലീസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.